ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്കിത് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് എങ്ങനെ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ എങ്ങനെ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ലോഗിൻ വിൻഡോയാണ് ഈ കാണുന്നത്. ലോഗിൻ ചെയ്തു വന്നതിന് ശേഷമുള്ള ഹോം പേജ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും ഇവിടെ നമുക്ക് കാണാം, ഇവിടെയാണ് സെൽ ഇൻവോയ്സ് റിട്ടേൺ, എസ്റ്റിമേറ്റ്, പർച്ചേസ് റിട്ടേൺ, അങ്ങനെ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ബാർ സർവീസസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ നമുക്ക് കാണാം. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ, ഇടത് സൈഡിൽ മുകളിലായിട്ട് ഇവിടെ ആഡ് ന്യൂ പ്രൊഡക്റ്റും ഉണ്ട്, ആഡ് ന്യൂ സർവീസും ഉണ്ട്. ഇവിടെ ആഡ് ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയറിലോട്ട് പുതിയ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു വിൻഡോയിലോട്ടാണ് വരിക. ഇവിടെ നമുക്ക് ആദ്യമേ ഈ നെയിം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേര് നമുക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഐറ്റം നെയിം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിനകത്ത് എന്ത് ഐറ്റത്തിന്റെ പേരാണ് വരുന്നത് ആ ഐറ്റത്തിന്റെ പേര് നമ്മളിവിടെ കൊടുക്കുന്നു. അതിന്റെ തൊട്ട് താഴെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രോഡക്റ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡ് കാണും. ഇവിടെ നമ്മൾ എന്ത് ടൈപ്പ് പ്രോഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഷർട്ടുമായി ബന്ധപ്പെടുന്നതാണെങ്കിൽ ഷർട്ട് എന്ന് പറയുന്നതാണ് അതിന്റെ പ്രോഡക്റ്റ് ടൈപ്പ്. അതേപോലെ ഹാർഡ്വെയർ ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അത് ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ പുതിയ പ്രോഡക്റ്റ് ടൈപ്പ് ആഡ് ചെയ്യാനായിട്ട് ഒന്നില്ലെന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ ഇല്ലെങ്കിൽ കീബോർഡിൽ പ്ലസ് ബട്ടൺ അമർത്തുകയോ ചെയ്യാൻ പറ്റും. ഈ പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബോക്സ് ഇതുപോലെ ഓപ്പൺ ആയി കിട്ടും. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ടൈപ്പ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പ്രോഡക്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ് തന്നെ ഞാനിവിടെ ആഡ് ചെയ്യാം. പ്രോഡക്റ്റ് ടൈപ്പ് അതിനുശേഷം ഇവിടെ യൂണിറ്റ്, പ്രൈമറി യൂണിറ്റ്, അതുപോലെ സെക്കൻഡറി യൂണിറ്റ്. ഇവിടെ പ്രൈമറി യൂണിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഡക്റ്റ് എന്ത് പീസസിലാണോ വിൽക്കുന്നത്, ഇല്ലെങ്കിൽ കിലോഗ്രാമിലാണോ, എങ്ങനെയാണ് ഈ ഐറ്റം വിൽക്കുന്നത് എന്നുള്ളതാണ് പ്രൈമറി യൂണിറ്റ്. അപ്പോൾ നമുക്കിപ്പം ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഹാർഡ്വെയർ ഷോപ്പ് എന്താണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ പീസസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള യൂണിറ്റ് ഫുൾ ഇവിടെ വരും. ഇപ്പം ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പോൾ പീസസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് കൂടെ അഡീഷണൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പുതിയ യൂണിറ്റ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പം ബോക്സ് ആണെങ്കിൽ ബോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യാം. ഇനി അടുത്തത് ഈ സെക്കൻഡറി യൂണിറ്റും അതേപോലെ തന്നെ സെലക്ട് കൺവേർഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സ്ഥാപനങ്ങളിൽ ഇപ്പം ബോക്സിൽ വാങ്ങിച്ചിട്ട് മീറ്ററിൽ പീസസിൽ വിൽക്കും, ചിലപ്പോഴേക്ക് ബോക്സ് ആയിട്ട് വാങ്ങിച്ചിട്ട് അതിനുള്ള ഐറ്റം മീറ്ററിൽ വിൽക്കും. അങ്ങനെ പലതരത്തിലുള്ള യൂണിറ്റ് കൺവേർഷൻ ഉണ്ട്. അപ്പൊ ഈ സെക്കൻഡറി യൂണിറ്റുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ഐറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ അതിനുശേഷം നമ്മൾ MRP കൊടുക്കുക. ഫോർ എക്സാമ്പിൾ 100 രൂപയാണ് ഇതിന്റെ MRP വില. അതിനുശേഷം ഇതിന്റെ സെയിൽ പ്രൈസ് എമൗണ്ട്, ഈ ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് പറഞ്ഞാൽ ടാക്സ് ഉൾപ്പെടെ നമ്മൾ വിൽക്കുന്ന എമൗണ്ട്, അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്, സെയിൽ പ്രൈസ്. അപ്പോൾ സെയിൽ പ്രൈസ് ചിലപ്പോഴേക്കും നമ്മൾ കൊടുക്കുന്നത് 85 രൂപയായിരിക്കും. അത് നമ്മളിവിടെ കൊടുക്കും. ഇനി തൊട്ട് താഴെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. നമ്മളിപ്പം ചില സ്ഥാപനങ്ങൾ നമ്മളിപ്പം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോഴേക്ക് തന്നെ അവർക്ക് ഓൾറെഡി ഓരോ ഐറ്റത്തിന്റെ സ്റ്റോക്ക് കാണും. അത് പർച്ചേസ് ഒന്നുമല്ല, ചിലപ്പോൾ എക്സിസ്റ്റിംഗ് സ്ഥാപനങ്ങളായിരിക്കും. അപ്പോൾ അവിടെ നിലവിലുള്ള ഒരു ഐറ്റത്തിന്റെ സ്റ്റോക്ക് ഏതാണെന്ന് നോക്കിയിട്ട് ആ സ്റ്റോക്ക് നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10 എണ്ണം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഐറ്റത്തിന്റെ കോസ്റ്റ്, അപ്രോക്സിമേറ്റ് പർച്ചേസ് വാല്യൂ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 30 രൂപ നമ്മൾ കൊടുത്തു, 30 രൂപ കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് കാര്യങ്ങളാണ്. വേണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കുമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് പർച്ചേസ് ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ പർച്ചേസ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. അതിനുശേഷം മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് എന്ന് പറയുന്ന ഹെഡ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഈ ഐറ്റം ഹോൾസെയിൽ പ്രൈസ്, റീറ്റെയിൽ പ്രൈസ് അങ്ങനെ സെറ്റ് ചെയ്ത് നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. കോസ്റ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം അല്ലെങ്കിൽ 30 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഹോൾസെയിൽ പ്രൈസ് 20% മാർജിൻ, ഇല്ലെങ്കിൽ 30% മാർജിൻ, 40% മാർജിൻ, അങ്ങനെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ആ ഒരു സെക്ഷൻ ഞാനിപ്പം നോക്കുന്നില്ല. അത് ഓരോ
സെക്കൻഡറി വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അതിന് ഞാനിപ്പോൾ ജസ്റ്റ് GST മാത്രം നമുക്ക് നോക്കാം. GST എന്ന് പറയുമ്പോഴേക്ക് ഇവിടെ നമുക്ക് HSN കോഡ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. പുതിയ HSN കോഡ് ആഡ് ചെയ്യാനായിട്ട് കീബോർഡിൽ പ്ലസ് ബട്ടൺ അമർത്തുകയോ ഇല്ലെങ്കിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ചെറിയൊരു ബോക്സ് വരും. അവിടെ നമ്മൾ ഇവിടെ HSN കോഡ് നമ്മൾ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു HSN കോഡ് ആഡ് ചെയ്തു. അതിനുശേഷം തൊട്ട് താഴെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ GST ടാക്സ് പെർസെൻറ്റേജ് കാണാം. നമുക്കിവിടെ ടാക്സ് സ്ലാബ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടാക്സ് സ്ലാബ് 18% വന്നിട്ടുണ്ട്. ഇനി ഇതല്ലാതെ വേറൊരു ടാക്സ് സ്ലാബ് നമുക്ക് എടുക്കാനായിട്ട് ഇവിടെ കീബോർഡിൽ പ്ലസ് ബട്ടണോ ഇല്ലെങ്കിൽ ഇവിടെ ഈ പ്ലസ് ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. ഒരു 5% ആണെങ്കിൽ 5 കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ 5% ഇവിടെ വന്നു. ഇനി നമുക്കിവിടെ സെസ് ഉള്ള ഐറ്റം ആണെങ്കിൽ ഇവിടെ നമുക്ക് സെസ്സും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആണ്. ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ കാറ്റഗറി അതുപോലെ സബ് സ്റ്റോക്ക് എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മാൻഡേറ്ററി അല്ല, അത് വേണ്ടവർക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഒരു ഐറ്റം കളറ് സൈസ് ഒക്കെ തിരിച്ച് സെപ്പറേറ്റ് കൊടുക്കുന്ന ഒരു സെക്ഷനാണ് അത്. അപ്പൊ ഇത്രയും കാലം കൊടുത്തതിന് ശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പ്രോഡക്റ്റ് നമുക്ക് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് വ്യൂ ഓൾ പ്രൊഡക്റ്റും ഉണ്ട്, വ്യൂ ഓൾ സർവീസും ഉണ്ട്. അപ്പൊ നമ്മൾ നോർമലി ഇപ്പൊ ആഡ് ചെയ്ത ഐറ്റം നമുക്ക് ഇവിടെ കാണുന്നില്ല. അപ്പൊ കാണാനായിട്ട് ഇവിടെ വ്യൂ ഓൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഈ ഐറ്റം നമുക്ക് ഇവിടെ കാണാം. ഇത് കണ്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐറ്റം ആണ് ഈ കാണുന്നത്. അതിന്റെ സെയിൽ പ്രൈസ് ഇവിടെ കാണാം, അതുപോലെ അതിന്റെ കോസ്റ്റ് ഇവിടെ കാണാം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു സർവീസ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആഡ് ന്യൂ പ്രൊഡക്റ്റ് അല്ല, അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ആഡ് ന്യൂ സർവീസ് എന്ന് പറഞ്ഞ് ഈ ഹെഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ സർവീസ് ചെയ്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോഡിംഗ് അൺലോഡിംഗ് ചാർജ്, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളാണ് ലോഡിംഗ് അൺലോഡിംഗ് ചാർജ്. അതിനുശേഷം സർവീസ് ടൈപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കീബോർഡിൽ പ്ലസ് അമർത്താം, ഇല്ലെങ്കിൽ അവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കീബോർഡ് പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സർവീസ് കാറ്റഗറി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം സർവീസ് ടൈപ്പ് കാറ്റഗറി ഞാൻ എക്സാമ്പിൾ ചുമ്മാ ടൈപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്താണോ സർവീസ് ടൈപ്പ് വരുന്നത് അത് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ അതിന് HSN കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ HSN കോഡ് നമുക്ക് ഇവിടെ കൊടുക്കാം. കീബോർഡിൽ പ്ലസ് ബട്ടൺ അമർത്തുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ പ്ലസിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. നിലവിലുള്ള HSN കോഡ് എടുക്കാനാണെങ്കിൽ കീബോർഡിൽ എൻ്റർ കീ അമർത്തിയാൽ മതി. അപ്പോൾ എൻ്റർ കീ അമർത്തി കഴിഞ്ഞാൽ അവിടെ നമുക്കിവിടെ നിലവിലുള്ള HSN കോഡും ടാക്സും കൂടെ കാണാം. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ആയിക്കോളും. അതുപോലെ GST അതുപോലെ തന്നെ നിലവിലുള്ള GST എടുക്കാൻ എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ഒരു ബോക്സ് വരും. ആ GST സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ എൻ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ സെസ് ഉണ്ടെങ്കിൽ സെസ് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ സെയിൽ പ്രൈസ് അത് ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മളിവിടെ സെലക്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെസ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. സെയിൽ പ്രൈസ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുക. സെയിൽ പ്രൈസ് ഞാനിപ്പോൾ ഒരു 100 ഇവിടെ കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ സേവ് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ സർവീസ് ഒന്നും തന്നെ കാണുന്നില്ല. അപ്പം നമ്മളിവിടെ വ്യൂ ഓൾ സർവീസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഇപ്പം ക്രിയേറ്റ് ചെയ്ത സർവീസ് ഇവിടെ കാണാം. ലോഡിംഗ് അൺലോഡിംഗ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണാം. ഇങ്ങനെയാണ് നമ്മൾ ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്തൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നതും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.